പക്ഷേ ഇതിന് ശേഷം ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അഹാന പങ്കെടുക്കാത്തത് ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും റെസ്പോൺസ് ചെയ്യാതെ എന്തെങ്കിലും ബാധ്യതയുണ്ടോ? അഹാനയുമായിട്ട് എന്തെങ്കിലും ബാധ്യത, നമ്മൾ പൈസ കൊടുക്കാനുള്ള ബാധ്യത, അങ്ങനെ എന്തെങ്കിലും മേഡത്തിൻ്റെ അറിവിലുണ്ടോ? എൻ്റെ അറിവിലില്ല. നമ്മളെല്ലാം സെറ്റിൽ ചെയ്തേക്കുന്നതാണ്. പേയ്മെന്റിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല. പേയ്മെന്റ് എല്ലാം സെറ്റിൽഡ് തന്നെയാണ്. ഡബ് ചെയ്തത് അഹാനയല്ല. നമ്മൾ അഹാനയെ ആ സമയത്ത് മനു കോൺടാക്ട് ചെയ്തിരുന്നു. ഡബ് മനസ്സിലായില്ല. ഡബ് ചെയ്യാനും കോൺടാക്ട് ചെയ്തിരുന്നു. ഡബ് ചെയ്യാൻ കോൺടാക്ട് ചെയ്തു. മനു ഉള്ളപ്പോഴായിരുന്നു അത്. അന്നേരം എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം ഡബിങ്ങിന് സഹകരിച്ചില്ലായിരുന്നു. പിന്നെ ഡബിങ്ങിന് വരുന്ന മുമ്പ് പൈസ മൊത്തം കൊടുത്തിരുന്നു. നമ്മൾ അതിന് മുമ്പേ എല്ലാം സെറ്റിൽ ചെയ്തതായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർമാർക്ക് മൊത്തം പറ്റുന്നത് ഡബിങ്ങിന്. അതാണ് നിർമ്മാതാക്കളുടെ സംഘടന പൈസ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അതാണ്. എത്ര വലിയ താരങ്ങളാണ് ഡബിങ്ങിന് വരുമ്പോൾ പൈസ പിടിച്ചു വെച്ച് ഡബിങ്, അതാണ് സെൻസർ ആയിട്ട് കൊടുത്താൽ മതി എന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ കുറെ താരങ്ങളുള്ളതുകൊണ്ട് മനു പൈസ മൊത്തം കൊടുത്തിരുന്നു. ഡബ് ചെയ്യാനും വന്നില്ല. ഡബ് ചെയ്യാൻ വന്നില്ലായിരുന്നു. അതിനെന്തെങ്കിലും റീസൺ മനു പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്? ഉണ്ട്. അപ്പോൾ ഡബ് ചെയ്യാതെ വരാതിരുന്നപ്പോൾ മനുവിന് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനു നോക്കിയപ്പോൾ നമ്മുടെ മൂവിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാൻസി റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഏജ് വരുന്നത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള ഇതാണ്, 22 to 23. അപ്പോൾ പിന്നെ ബെറ്ററായിട്ട് അഹാന ഭയങ്കര മെച്ചുവേർഡ് വോയിസുമാണ്. അപ്പോൾ ഒന്ന് വരുന്നില്ല, രണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം എന്നും പറഞ്ഞിട്ട് വേറെ കുറച്ചും കൂടി നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ്, അത്രയും മെച്ചുവേർഡ് അല്ലാതെ ആ ഒരു ഏജിന് പറ്റുന്ന വോയിസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേറെ ആളെ വെച്ചിട്ടാണ് ഡബ് ചെയ്തത്. ഡബ് ചെയ്തത് അഹാനയെ അറിയിക്കോ? അഹാനയുടെ പേരൻസിനെ മാനേജറെ അറിയിച്ചിരുന്നു? അത് അഹാനയ്ക്ക് അറിയാം. കാരണം അത് എങ്ങനെയൊക്കെ മനു ഇൻഫോം ചെയ്തതാണെന്ന് തോന്നുന്നു. അഹാനയ്ക്ക് അറിയാം എന്തായാലും ഡബ് ചെയ്തത് വേറെ ആളാണ്, നമ്മൾ ചെയ്യുവാണെന്നുള്ളതെല്ലാം അഹാനയ്ക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് എന്തോ റെസ്പോൺസ് മനുവിന് ഉണ്ടായിരുന്നു. ബട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല. മനുവിന് എന്തോ അയച്ച് സെൻഡ് ചെയ്യുക എന്തോ ചെയ്തിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല എന്താണെന്ന്. മനു അഹാനയും തമ്മിൽ ആ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇതെല്ലാം സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ഇവരുമായിട്ട് മേഡം ഏറ്റെടുത്തതിന് ശേഷം കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇത് മെയിൻലി മനു തന്നെയായിരുന്നു മെയിൻലി പ്രൊഡക്ഷനും ഇതുമെല്ലാം നോക്കിയിരുന്നത്. മനുവിൻ്റെ ബാക്കി മനുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും, കാരണം ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട്. ലൈക്ക് എനിക്കൊരു ഹെൽപ്പ് വേണം എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നതായിരുന്നു, അവർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അത്. ഇപ്പോൾ ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം മേഡത്തിനെ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അഹാന വരാത്ത കാരണം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നു അസോസിയേഷൻ ഭാഗത്തിൽ നിന്ന്? ഇല്ല, ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനത് എനിക്കതൊരു ഇഷ്യൂ ആക്കണമെന്നോ ആരെയും ബ്ലെയിം ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അത് അന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരും അതൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുമില്ല. പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ പരാതിപ്പെടേണ്ടത് പരാതി. പക്ഷെ അഹാനെ സംബന്ധിച്ച് എനിക്ക് അഹാനെ അറിയാം പേഴ്സണലി. ഞാൻ നേരിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ. എനിക്ക് പേഴ്സണൽ അത്രയും ബന്ധമില്ല. അഹാന വരാറുമുണ്ട്, വന്ന പ്രൊമോഷൻ ഞാൻ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. മേഡത്തിനും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് മേഡം പറയുന്നത്. ഇതിന് മുമ്പ് എന്താണ് നടന്നത് മേഡത്തിനും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹാന ഇതിന് പ്രതികരിക്കണമായിരുന്നു. അപ്പോൾ അഹാനയിൽ തെറ്റുള്ളതുകൊണ്ടായിരിക്കും അഹാന പ്രതികരിക്കാതെ ഇന്ന് പൃഥ്വിരാജിൻ്റെ കൂടെ ഉള്ള പോസ്റ്റ് മാത്രമേ ഷെയർ ചെയ്തേക്കണം. അഹാന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന എയർപോർട്ടിൽ വെച്ചാന്ന് പോലും ഒത്തിരി കമൻറ്റുകളും വരുന്നുണ്ട്. അതാണ് ഇതിന് മറുപടിയായിട്ട് അഹാന പോസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ അതിൻ്റെ പ്രതികാര ബുദ്ധിയിൽ ഒരു പോസ്റ്റ് ചെയ്തത് പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എനിക്കത് പ്രതികാര ബുദ്ധിയാണോ എന്താണോ, ഇവൻ അഹാനനെ ബ്ലെയിം ചെയ്യാനായിട്ട് പോലും എനിക്ക് അഹാനയുടെ ഭാഗത്ത് തെറ്റ് മേ ബി ഉണ്ടാവും. രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാം, അഹാനയുടെ ആണെങ്കിലും മനുവിൻ്റെ ആണെങ്കിലും. ബട്ട് എനിക്ക് മരിച്ചുപോയാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവിടെയാണല്ലോ മേഡത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതെ, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, ഹസ്ബൻഡിന്റെ ആഗ്രഹം സിനിമയാണ്, ആ സിനിമ പുറത്ത് കാണിക്കണം, അതിനെല്ലാവരും കൂടെ നിൽക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് മേഡം പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ടും ഇങ്ങനെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിട്ട് മാറ്റിവെച്ച് ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ടെൻഷൻ ചെറുതൊന്നുമല്ല. കാരണം എനിക്ക് വന്നേക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഇതിൻ്റെ മാത്രമോ അല്ലെങ്കിൽ സിനിമയുടെ ഇതിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് അല്ല, എൻ്റെ ലൈഫ് തന്നെയാണ് അവിടെ. അപ്പോൾ ആ ടെൻഷനും ആ സങ്കടവും അവിടെ കിടന്നിട്ടാണ് ഞാൻ അതിനൊപ്പം തന്നെ അത് ബാലൻസ് ചെയ്ത് ഇല്ല മനുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ടെൻഷൻ ഹൈ ലെവൽ തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.